ഇറാന് നേരെ കൊലവിളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇനി ഒരിക്കലും തിരിച്ചുവരാനാകാത്ത വിധം ഇറാനെ ഇന്ന് രാത്രി തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഭീഷണി. ഇറാനെതിരായ ട്രംപിന്റെ അന്ത്യശാസനം റഷ്യ തള്ളി. ഹോർമുസ് കടലിടുക്ക് ബലപ്രയോഗത്തിലൂടെ തുറക്കാൻ ശ്രമിക്കുന്നത് സംഘർഷം രൂക്ഷമാക്കുമെന്നും റഷ്യ വ്യക്തമാക്കി. അതിരുകടന്നാൽ പശ്ചിമേഷ്യയുടെ പുറത്തേക്ക് തിരിച്ചടി വ്യാപിപ്പിക്കുമെന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. ഷാർജയിൽ അൽ സുറയ ടെലികോം കമ്പനിക്ക് നേരെ മിസൈൽ ആക്രമണമുണ്ടായി. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷയൊരുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ബഹ്റൈന്റെ പ്രമേയത്തെ UN രക്ഷാസമിതിയിൽ ചൈനയും റഷ്യയും വീറ്റോ ചെയ്തു. മുഹമ്മദ് റഹീസ് ഉണ്ട് ദുബായിൽ നിന്നും, ഒപ്പം മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും ചേരുന്നു. മുഹമ്മദ് റഹീസ്, ഈ സംഘർഷം അത് മറ്റൊരു തലത്തിലേക്ക് കൂടി പോകുന്നുവെന്നുള്ള ഒരു സൂചനയാണ്. നിലവിൽ എന്താണ് ട്രംപ് ഇത്തരമൊരു ഭീഷണി മുഴക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്? ഇറാന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള മറുപടി പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ ഈ ട്രംപ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയതിനു ശേഷം ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ നേരിടുന്ന ഒരു അവ്യക്തതയുണ്ട്. ഏത് തരത്തിലൊക്കെ ആക്രമണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആളുകൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ച് രാവിലെ കാര്യമായി പുലർച്ചെ ആക്രമണം ഉണ്ടാകുന്നു, ആ നിലയ്ക്ക് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ 38 ദിവസങ്ങളിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലെ കാര്യങ്ങളൊക്കെയും ഇങ്ങനെ കടന്നുപോയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ആശങ്ക, ഇറാനെ ഏത് തരത്തിലാകും ട്രംപ് ആക്രമിക്കുക, അമേരിക്ക ഇസ്രായേൽ സഖ്യം ആക്രമിക്കുക, ആക്രമണം കഴിഞ്ഞാൽ ഏത് നിലയ്ക്കായിരിക്കും ഇറാൻ തിരിച്ചടിക്കുക എന്നുള്ളത് സംബന്ധിച്ച് വലിയൊരു ആശങ്ക നിലവിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നാളെ UAE സമയം പുലർച്ചെ 4 മണിയോട് കൂടിയിട്ടൊക്കെ ആകും ആ ആക്രമണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ ഏത് നിലയിലേക്ക് പോകും എന്നുള്ളത് സംബന്ധിച്ച് വലിയൊരു ചർച്ചയൊക്കെയും നടക്കുന്നുണ്ട്. എന്തായാലും സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് കാര്യമായിട്ടുള്ള ആക്രമണമാണ് ഇന്ന് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 11 ബാലിസ്റ്റിക് മിസൈലുകളും ഒപ്പം തന്നെ 18 ഡ്രോണുകളും സൗദി പ്രതിരോധ സേനയ്ക്ക് ഇന്ന് തടുത്തിടേണ്ടി വന്നു. കിഴക്കൻ പ്രവിശ്യ നേരിട്ട് ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത്. നേരത്തെയും അത് അങ്ങനെ തന്നെയായിരുന്നു. പലതവണയും കിഴക്കൻ പ്രവിശ്യ ആയി ബന്ധപ്പെട്ട് ആ ഒരു മേഖല കേന്ദ്രീകരിച്ചാണ് ആക്രമണം ഉണ്ടായത്. അപ്പോൾ അത് തുടരുകയാണ്. എന്തായാലും UAE കേന്ദ്രീകരിച്ചും കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 11 ഡ്രോണുകൾ അടക്കം ഇന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പ്രതിരോധ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഷാർജയിലെ അൽസുറയ ടെലികമ്മ്യൂണിക്കേഷൻസിൽ ഉണ്ടായ ഒരു ആക്രമണം, ആ ആക്രമണം കാര്യമായിട്ടുള്ളൊരു ആക്രമണമായിരുന്നു. അവിടെ ഏതാണ്ട് 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ പാകിസ്ഥാൻ സ്വദേശികളാണ് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ആ നിലയിലേക്ക് ആക്രമണം ഉണ്ടായി. എന്നാൽ ടെലികമ്മ്യൂണിക്കേഷൻസ് അത് കഴിഞ്ഞിട്ട് തങ്ങളുടെ പ്രവർത്തനം പൂർണ്ണതോതിലാണ്, ഒപ്പം തന്നെ സർവീസുകൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം കൂടി നൽകിയിട്ടുണ്ട്. കുവൈറ്റ് കേന്ദ്രീകരിച്ചും കാര്യമായിട്ടുള്ള ആക്രമണമാണ് നേരിട്ടത്. 10ലധികം ഡ്രോണുകൾ ഇന്ന് കുവൈറ്റിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെയും പഴങ്കഥകളാണ്. ഇന്ന് ഈ നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ രാജ്യങ്ങളുടെ ഒക്കെയും പ്രതിരോധ വകുപ്പ്, ഒപ്പം തന്നെ ബന്ധപ്പെട്ട അധികൃതരൊക്കെയും നൽകുന്ന ഒരു ഉറപ്പുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഏത് നിലയിലുള്ള ആക്രമണം ഉണ്ടായാലും അതിനെ ചെറുക്കാൻ തങ്ങൾക്ക് കരുത്തുണ്ട് എന്നുള്ളത് ഓരോ രാഷ്ട്രങ്ങളും ഉറപ്പ് നൽകുന്നുണ്ട്. ആ ഒരു സുരക്ഷിതത്വ ബോധം അത് പകർന്നു നൽകാൻ എല്ലാ രാഷ്ട്രങ്ങളും ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും വലിയൊരു കാര്യമാണ്. ആ നിലയ്ക്ക് വന്ന ആക്രമണങ്ങളിൽ ഏതാണ്ട് 95% കൃത്യമായി തന്നെ ചെറുക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്രയധികം ആക്രമണമാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഓരോ രാജ്യങ്ങളിലേക്കും ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ അതിനെയൊക്കെ ഫലപ്രദമായി ചെറുക്കാൻ, തടുക്കാൻ, ഒപ്പം തന്നെ ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കാനൊക്കെയും ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെ ഈ ഒരു ആക്രമണത്തിനെയും ഏതെങ്കിലും തരത്തിൽ ഈ ഇറാൻ ഒരു കൈവിട്ട ആക്രമണം നടത്തുകയാണെങ്കിൽ അതിനെ ചെറുക്കാനും ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ആ നിലയിലേക്ക് അധികൃതരൊക്കെയും അവർ ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെ പുലർച്ചെ ഏതാണ്ട് UAE ഒരു സമയം നോക്കുകയാണെങ്കിൽ 4:30 ആകും ആക്രമണം എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ആ തരത്തിലാണെങ്കിൽ അത് ഏതൊക്കെ മേഖലയെ ബാധിക്കും? കാര്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങളൊന്നും ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UAE മറ്റ് ഗൾഫ് രാജ്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. നേരത്തെ ഏതൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ആ തരത്തിൽ തന്നെ തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ പ്രത്യേക സുരക്ഷാ മുൻകരുതലുകൾ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ അലേർട്ട് ആയിട്ടോ ഒരു കോമൺ മെസ്സേജ് ആയിട്ടോ ആ ഒന്നും തന്നെ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും ഈ രാത്രി പുലരുമ്പോഴും കാര്യങ്ങൾ കൃത്യമായി പ്രതിരോധ സേന അല്ലെങ്കിൽ സർക്കാർ ട്രംപ് ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന് ഇറാന് നൽകിയിരിക്കുന്ന അന്ത്യശാസനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ്. ഇത്തരത്തിൽ
ഒരു കൊലവിളി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം ഇറാനെ ഇന്ന് രാത്രി തന്നെ ഇല്ലാതാക്കുമെന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ഭീഷണി ഉണ്ടാവുന്നത്. എന്തായാലും ഇറാൻ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും. അവർ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച 10 വ്യവസ്ഥകളുണ്ട് ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി. ആ വ്യവസ്ഥകളിൽ തന്നെ അവരിപ്പോഴും അടിയുറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, ഇറാനെതിരായ ട്രംപിന്റെ ഈ അന്ത്യശാസനത്തെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും തള്ളിക്കളയുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ബലപ്രയോഗത്തിലൂടെ തുറക്കാൻ ശ്രമിക്കുന്നത് സംഘർഷം രൂക്ഷമാക്കുമെന്നുള്ള നിലപാടിലാണ് റഷ്യ. അതിര് കടന്നാൽ പശ്ചിമേഷ്യയുടെ പുറത്തേക്ക് തിരിച്ചടി വ്യാപിപ്പിക്കും എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.